ജീവിതത്തിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നിങ്ങളുടെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും നന്നായിട്ട് അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എവിടെയും എത്താൻ പറ്റുന്നില്ല, സാമ്പത്തികപരമായിട്ട് മുന്നേറാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താ കാര്യം? അധ്വാനിക്കുന്നുണ്ട്, അധ്വാനം മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ റെസ്റ്റ് എന്ന് പറയണതില്ല. റെസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസും ഉണ്ട് ജീവിതത്തിൽ. നമ്മുടെ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധ്വാനം, എഫേർട്ട് അത് മാത്രം പോരാ, റെസ്റ്റ് കൂടി വേണം. അപ്പോൾ റെസ്റ്റിൻ്റെ ആ 10 ഗുണങ്ങൾ എന്തൊക്കെയാണ്, റെസ്റ്റ് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് റെസ്റ്റ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്? അധ്വാനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ്, വിശ്രമം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്റ്റ് റീസ്റ്റോർ കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്നാണ് പറയണത്. അതായത് നമ്മൾ അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ശരി, ഒരുപാട് എഫേർട്ട് ഇട്ട് അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൊത്തം അതിനകത്തായിരിക്കും. ആ വർക്ക്, ആ പഠനം, ആ കാര്യങ്ങളിനകത്ത് മാത്രമായിരിക്കും. അതിനകത്ത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം എന്താണ്? നമ്മൾ ഡ്രെയിൻ ഔട്ടായിരിക്കും. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് കിട്ടില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, നമ്മുടെ ഏകാഗ്രത മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? റെസ്റ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു കാറാണെങ്കിലും ഒരു ബൈക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് 24/7 എന്ന് പറയുന്ന പോലെ ഒരുപാട് നേരത്തേക്ക് വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പാർട്സ് കംപ്ലൈൻ്റ് ആകും, അത് ഹീറ്റാകും, ചൂടാകും, നശിച്ചു പോകും, അല്ലേ? അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യണത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാറൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറും, ഭക്ഷണം കഴിക്കും, നമ്മളത് റെസ്റ്റിന് വേണ്ടി ഇടും. അപ്പോൾ ആ കാർ ഒന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഉഷാറോടുകൂടി ഇനിയും പ്രവർത്തിക്കാൻ പറ്റും. മറ്റത് ഓൾറെഡി അതൊരു ലെവലിൽ എത്തിയിരിക്കുകയാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ കഴിയില്ല. സംഭവം മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന മെഷീനും റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് ഉണ്ടെങ്കിലാണ് ഇനിയും ഉഷാറായിട്ട് സൂപ്പറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷനൊക്കെ കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നൊരു സാധനമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡേ ടൈമിനകത്ത് നിങ്ങൾക്ക് ഉറങ്ങാനുള്ളൊരു സൗകര്യമുള്ളവരാണെങ്കിൽ, ജോലി ചെയ്യാത്തവരാണെങ്കിൽ, ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കൊരു 10-20 മിനിറ്റ് നേരത്തേക്ക് ഒരു ചെറിയൊരു ഉറക്കം, ഒരു ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു മയക്കം, അതൊന്നുകൂടി റീചാർജ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു വലിയൊരു ജോലിയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വലിയൊരു പഠനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് നമ്മളിതാ കണ്ണടച്ചുകൊണ്ട് വളരെ കാമായിട്ട് എവിടെയെങ്കിലും ഒന്നിരുന്ന് നമ്മളൊന്ന് മനസ്സിനും നമ്മുടെ കണ്ണിനും ഒക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിച്ചോ, സിനിമ, കഥയോ, പാട്ടോ, എന്തെങ്കിലും തല പുകഞ്ഞിട്ടുള്ള ടെൻഷനോ നമ്മുടെ ജോലി കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട, സ്ട്രെസ്സുള്ള ഒരു കാര്യം ആലോചിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം കുത്തിയിരിക്കുന്നു, ഒരു 5 മിനിറ്റ്. ഇതും നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേൺ ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ, അത് ബേൺ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഒരൊറ്റ കുഴപ്പമുണ്ട്, നമ്മുടെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതങ്ങ് പോകും. അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ നിൽക്കത്തില്ല. നമുക്ക് റീചാർജ് ചെയ്യണം. ഈ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ, മൊബൈലിൻ്റെ പോലെയാണ്. ഇടയ്ക്കൊന്ന് റീചാർജ് ചെയ്ത് കഴിഞ്ഞെങ്കിലാണ് മോട്ടിവേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ പുറമെ നിന്ന് ആരെങ്കിലും വന്ന് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് തരണം. നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സൂപ്പർ പരിപാടി. അതാണെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. സോ ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണ്, കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് കിട്ടില്ല എന്ന് മാത്രമല്ല, മോട്ടിവേഷൻ കൂടി പോയി കിട്ടും. അപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ആ മോട്ടിവേഷൻ പോകാതിരിക്കുന്നതിനുള്ള ഒരു സൂത്രപ്പണിയാണ്. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുന്നു, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്. ഇതിനുള്ള പ്രാക്ടിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് 25 മിനിറ്റ് നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിലും ശരി, ജോലി ചെയ്യുകയാണെങ്കിലും ശരി, ഒരു 5 മിനിറ്റ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കങ്ങനെ പറ്റുമോ ചോദിക്കും. ശരിയാണ്, ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മൂത്രമൊഴിക്കാൻ എണീറ്റ് പോകുന്നു, ഇതാരും വേണ്ടെന്ന് പറയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും, അത് മൂത്രമൊഴിച്ച് പോകും വേണ്ടേ. സോ നിങ്ങളിന്ന് എണീറ്റ് പോകുന്നു, മൂത്രമൊഴിക്കാൻ പോകുന്നു, 5 മിനിറ്റ് നമ്മൾ ബാത്റൂമിനകത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നു. ആ 5 മിനിറ്റ് മതിയല്ലോ നിങ്ങളുടെ ബ്രെയിനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ. സോ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ഈ അരമണിക്കൂർ കൂടുമ്പോൾ എണീറ്റ് പോയതിന് ശേഷം 5 മിനിറ്റ് ഇതുപോലെ റെസ്റ്റിനായിട്ട് പോകുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് കാണാൻ പറ്റും, നല്ല സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ് അവരൊക്കെ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നടക്കുന്ന പരിപാടിയാണ്.
അതേപോലെ തന്നെ അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് വീക്ക്ലി, ആഴ്ചയിൽ ഒരു ദിവസം നോ വർക്ക് ഡേ. അതായത് അന്ന് വർക്ക് പരിപാടി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യില്ല. അന്ന് ഫുൾ ഫ്രീഡം, അന്ന് ഫുൾ ഫ്രീ. നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, അടിപൊളിയായിട്ട് എടുക്കുന്നു. ഒന്നെങ്കിൽ സിനിമയ്ക്ക് പോകാം, അതല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകാം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇതിനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ ഇത്രയും ചിലവ് ചെയ്യേണ്ട എന്ന് തോന്നുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, വെറുതെ ഇരിക്കാം. അന്ന് വെറുതെ ഇരുന്ന് ഉറങ്ങിയിട്ടോ വെറുതെ ഇരുന്നിട്ടോ നിങ്ങൾ സമയം കളയുന്നു. ആ ഒരൊറ്റ സൺഡേ എന്ന് പറയണത് നിങ്ങൾക്ക് റെസ്റ്റായിട്ട് മാറ്റിയെടുക്കാം. സൺഡേ ആകാം, ഏതെങ്കിലും ഒരു ദിവസമാകാം. ഇപ്പോൾ ജോലിക്കാർക്കാണെങ്കിൽ സൺഡേ യൂസ് ചെയ്യാം, അല്ല ബിസിനസ്സുകാർക്കാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു റെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് നല്ലതാണ്. മെൻ്റലി ഇമോഷണലി ഒക്കെ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോട്ടിവേഷൻ കൂട്ടുന്ന കാര്യമാണ്. അതായത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ വളരെ സൂപ്പറായിട്ട് ഉഷാറോടുകൂടി ചെയ്യണമെങ്കിൽ ഈ റെസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു എബിലിറ്റി കൂട്ടുന്ന ഒരു ഗുണം ഇതിനുണ്ട്. അതായത് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സമയത്ത് മനസ്സ് കാമായിരിക്കും, സമാധാനത്തോടു കൂടിയിരിക്കും. അതല്ല നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്ഡായിട്ട് വളരെ ടെൻസ്ഡായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുത്താൽ അത് പെട്ടെന്നുള്ള ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മാത്രമായിരിക്കും. നിങ്ങൾക്ക് ചിന്തിച്ചിട്ടെടുക്കാൻ ഒരു പക്ഷേ ആ സമയത്ത് പറ്റണം എന്നില്ല. പറ്റുന്നവരുണ്ടാകാം, കുറഞ്ഞ ന്യൂനപക്ഷം ആൾക്കാരുണ്ടായിരിക്കും. ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം ഉറപ്പായിട്ട് തെറ്റിപ്പോവും. കണ്ടിട്ടില്ലേ ഡിവോഴ്സ് കേസിനൊക്കെ? ഒരു വഴക്കുണ്ടാകുന്നു, ഡിവോഴ്സിന് കൊടുക്കുന്നു. ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകുന്നു, മൊഴിയല്ലി പോകുന്നു എന്നൊക്കെ നമ്മൾ പറയണില്ലേ? ഇതാണ് സംഭവം. ആ ഒരു ഇമോഷണൽ തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് എടുക്കാതെ റെസ്റ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാനും നിങ്ങൾക്ക് തീരുമാനമെടുക്കാനും പറ്റിയ ടൈമാണ്. കാരണം മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. മറ്റത് ആ സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ തല വർക്ക് ചെയ്യണം എന്നില്ല. പ്രത്യേകിച്ചും വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സമാധാനപൂർണ്ണമായിട്ട് ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇല്ലെങ്കിൽ ആ തീരുമാനം തെറ്റിപ്പോകാനും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്ക് കടന്ന് അനുഭവിക്കാനും പോവുകയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ സമാധാനത്തോടു കൂടി തീരുമാനമെടുക്കണമെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്നത് ആവശ്യമാണ്. റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വേണം നല്ല ഡിസിഷൻ എടുക്കാൻ. അതായത് ഒരുപാട് നേരം വർക്ക് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സിനകത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. കോംപ്ലക്സ്ഡ് ആയിട്ടൊരു പണി ചെയ്തതിൻ്റെ എൻഡിൽ നിങ്ങളൊരു തീരുമാനമെടുക്കരുത്. റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടൈമിലേക്കുള്ള മെമ്മറി ഉണ്ടല്ലോ. അതായത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഒരു കാര്യം ഓർത്ത് വെക്കാനുള്ള ആ ഒരു മെമ്മറി കപ്പാസിറ്റി വലുതാക്കുന്നതിന്, വളർത്തിയെടുക്കുന്നതിന് റെസ്റ്റ് ആവശ്യമാണ്. നമ്മൾ പറയാറുണ്ട് നന്നായിട്ട് ഇപ്പോൾ പരീക്ഷയുടെയൊക്കെ തലേ ദിവസം നമ്മൾ പറയാറുണ്ട് ഉറങ്ങുക എന്ന് പറയുമ്പോൾ അത് പരീക്ഷയ്ക്ക് ഗുണമാണ്. നമ്മൾ പറയും തലേ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉറക്കമേ ഇല്ലാതെ രാവിലെ വരെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ പോയാൽ നല്ല മാർക്ക് കിട്ടുന്നു തോന്നുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ച സാധനം പോലും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഓർമ്മയിൽ വരണമെന്നില്ല. കാരണം നിങ്ങളുടെ തല മൊത്തം തലേ ദിവസം ഫുൾ വർക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടിയിട്ടില്ല. റെസ്റ്റ് കിട്ടുമ്പോഴാണ് ഈ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തിരിച്ച് നമുക്ക് എടുക്കണ്ടേ? ഓർത്ത് വെച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ഓർമ്മയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കണ്ടേ പരീക്ഷാ ഹാളിൽ? അതൊക്കെ അങ്ങോട്ട് പെന്നിലൂടെ ഛർദ്ദിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വരണത് ബ്രെയിനിന് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പറയണത് 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം വേണമെന്നാണ്. കുറഞ്ഞത് ഒരു 6-7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല, നിങ്ങൾക്ക് ഫോക്കസ് കിട്ടില്ല, നിങ്ങളുടെ ശ്രദ്ധ കിട്ടില്ല, എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് ഒരു 1/2-3 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന സ്ക്രീനുകളെല്ലാം ഓഫ് ചെയ്യുക. മൊബൈൽ സ്ക്രീന് വേണ്ട, കമ്പ്യൂട്ടർ സ്ക്രീന് വേണ്ട, ഒരു സാധനവും വേണ്ട. അങ്ങനെ ആകുന്ന സമയത്ത് അതായത് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂടി ഓഫ് ചെയ്ത് വെക്കണം. ബെല്ലടിക്കുന്നത് കേൾക്കാൻ പാടില്ല, മെസ്സേജ് വന്നതിൻ്റെ ടോൺ നമ്മൾ അറിയാൻ പാടില്ല. ഇതൊന്നും നമ്മൾ അറിയാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ഡേ മാത്രമേ നമ്മൾ ഇത് അറിയാൻ പാടുള്ളൂ. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീനെല്ലാം ഓഫ്, TV അടക്കം എല്ലാം ഓഫായി. പിന്നെ നമ്മൾ ഫാമിലിയോട് കൂടി കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, അതോടുകൂടി ഉറക്കത്തിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്നാണ് കഫേൻ പോലുള്ള
ചായ കാപ്പി പോലുള്ള പരിപാടികൾ, നമ്മുടെ ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാധനവും ഉറക്കത്തിൻ്റെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ക്ലീൻ ആവും. അങ്ങനെ ഉറക്കം ക്ലീനായാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടും. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണെങ്കിലും ശരി, ജീവിതത്തിലാണെങ്കിലും ശരി, ജോലിയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഓർമ്മശക്തി കൂടുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. അങ്ങനെ ഗുണകരമാകണമെങ്കിൽ റെസ്റ്റ് എടുക്കണം. 5ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ റെസിലിയൻസിനെ കുറിച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും നല്ല ഡിസിഷൻ എടുക്കാനും നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും ഈ പറയുന്ന റെസ്റ്റ് അത്യാവശ്യമാണ്. തലേ ദിവസം റെസ്റ്റേ ഇല്ലാതെ ഉറങ്ങാത്ത ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, പകൽ എന്നതിന് ശേഷം രാത്രി പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയില്ല, റീസൺ എന്തെങ്കിലും ആവട്ടെ, രാത്രി ഉറക്കം കിട്ടിയില്ല, നെക്സ്റ്റ് ഡേ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടെൻഷനായിട്ടുള്ളൊരു പണി, ജോലിയാണ് അല്ലെങ്കിൽ പഠനമാണ്, എന്തോ നല്ലൊരു ടാസ്ക് ചെയ്യുകയാണ്, പക്ഷേ നല്ല ടെൻഷനുള്ള പരിപാടിയാണ്. എങ്ങനെ ഇരിക്കും അയാളുടെ തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രവർത്തനം എങ്ങനെ ഇരിക്കും? എഫിഷ്യൻ്റ് ആയിരിക്കുമോ? ഒരിക്കലുമില്ല. നന്നായിട്ടുള്ള ഒരു ഉറങ്ങിയ വ്യക്തി ഒരു പക്ഷേ ഈ ടെൻഷൻ അടിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്തെന്ന് വരും. അവർക്ക് ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇയാൾക്കാണെങ്കിലോ, ഈ ഉറങ്ങാത്ത ഇയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എല്ലാവരുടെ അടുത്ത് തട്ടിക്കയറലും പൊട്ടിത്തെറിക്കലും ബഹളം വെക്കലും, ഫാമിലിയിലാണെങ്കിലും ആകെ മൊത്തം ബഹളം, വഴക്ക്, ആകെ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ആൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു, കാരണം ഉറക്കം പോലും ഇല്ല. ഇതിന് ശേഷം ഈ സ്ട്രെസ് കൂടി വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, സംഭവം പിടി കിട്ടുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നമുക്ക് ഇമോഷണലി ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു നോളജ്, ആ ഒരു സ്കില്ല് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ റെസ്റ്റിൽ ഇരുന്ന മൈൻഡിൽ മാത്രമേ അത് പറ്റുള്ളൂ. അതായത് വിശ്രമം ഇല്ലാത്ത മനസ്സിന് ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടത്തില്ല. സോ റെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആവശ്യമാണ്. അതായത് വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം പ്രോപ്പറായിട്ട് മെൻ്റലി റെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. ചിലപ്പോൾ ഭാര്യമാർ വന്ന് വഴക്കൂടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടി കാരണം ഒരു പക്ഷേ രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അതിന് ശേഷം രാവിലെ നിങ്ങൾ എന്തെങ്കിലും ചൊറിഞ്ഞുകൂടി ചെല്ലണ സമയത്തായിരിക്കും അവിടുന്ന് ഹൈഡ്രജൻ ബോംബ് പോലെ വൈഫ് പൊട്ടിത്തെറിക്കണത്. അത് വൈഫിൻ്റെ മാത്രം കുറ്റമല്ല, അവർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല. അത് കാരണങ്ങൾ പലതായിരിക്കും. ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കാം ഒരു റീസൺ. ജോലി തിരക്ക് കാരണം ഒരുപാട് നേരം വഴുകി കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. റീസൺ പലതുമായിരിക്കാം. ആത്യന്തികമായിട്ട് പറഞ്ഞു വരുന്നത് എന്താ? റെസ്റ്റ് ഇല്ലാത്ത മനസ്സിന് ഇമോഷൻസ്, ടെൻഷൻസ്, സ്ട്രെസ്സ് ഇതിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ പറ്റണമെങ്കിൽ റെസ്റ്റ് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇതിനെന്ത് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ ഇമോഷണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഹോബി ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. വായിക്കുന്നതായിരിക്കാം ചിലർക്ക് ഹോബി, അത് ചെയ്യാം. ചില ആൾക്കാർക്ക് ഗെയിം കളിക്കുന്നതായിരിക്കാം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് പോകാം. അങ്ങനെ എന്താണോ നിങ്ങളെ റിലാക്സ്ഡ് ആക്കുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിന് റെസ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം ഒരു അരമണിക്കൂർ ഡെയിലി അത് നിങ്ങൾക്ക് ചെയ്യാം. എന്ത് ചെയ്താലും ശരി റെസ്റ്റ് നിങ്ങൾ എടുത്തിരിക്കണം. 6ാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് ആവശ്യമായിട്ടുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ നടത്തുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കരളിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ രാത്രി ഒരുപാട് നേരം ഉറക്കം ഇല്ലാതിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് മാറ്റുക, നേരത്തെ ഉറങ്ങുക, സമയത്തിന് ഉറങ്ങുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ പല ഓർഗൻസിനും ഒരു റെസ്റ്റ് കിട്ടും. അത് നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടും, അല്ലേ? നമ്മളിപ്പോൾ മെഷീനകത്ത് ഓയിൽ ഗ്രീസൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്മൂത്ത് ആക്കുന്നത് എന്തിനാണ്? വളരെ സ്മൂത്തായിട്ട് ആ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചറിൽ. സോ നമ്മുടെ ഉള്ളിലുള്ള ഈ ഓർഗൻസിനൊക്കെ കൊടുക്കുന്ന ഗ്രീസ് ഓയിലൊക്കെ ഇടുന്ന പരിപാടി തന്നെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് അതിന് കുറച്ച് സമാധാനം കിട്ടുകയാണ്. ആ ഓർഗന് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എത്രത്തോളം ഇൻറ്റൻസീവായിട്ട് പ്രവർത്തിക്കണമോ അത്ര ഇൻറ്റൻസിറ്റി വേണ്ട. ഉറങ്ങുന്ന സമയത്ത് പ്രവർത്തിക്കും, പക്ഷേ അതിൻ്റെ ഇത് കുറവായിരിക്കും, പവർ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി, തീവ്രത കുറവായിരിക്കും. സോ ആ റെസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് കൂടും, നിങ്ങളുടെ ആരോഗ്യം കൂടും. ആരോഗ്യം കൂടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്നതിന് ഇപ്പോൾ
യോഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോഡി സ്ട്രെച്ചിങ്, മസിൽ സ്ട്രെച്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ പല രീതിയിലും കൈ ഇതൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നൊരു പരിപാടി നിങ്ങൾക്കറിയില്ലേ? വർക്കൗട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോഡീനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുന്നൊരു പരിപാടിയാണ്. അതായത് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ബോഡി റിജിഡായിട്ടിരിക്കുകയായിരിക്കും. അതിനൊന്ന് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന പരിപാടിയും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇടയ്ക്ക് എണീറ്റ് പോവുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും കൂട്ടുന്ന പരിപാടിയാണ്. ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു ബ്ലഡ് സർക്കുലേഷന് ഒരു ഫ്ലോ ഉണ്ട്. നമ്മൾ എണീറ്റ് പോകുന്ന സമയത്ത് ആ ഫ്ലോ മാറി. സോ അങ്ങനെ നമ്മുടെ ഒരേ കണ്ടീഷനിൽ നമ്മുടെ രക്തം ഒഴുകാനായിട്ട് അനുവദിക്കാതെ അതിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്തുക. ഒന്ന് നടക്കുന്നു, രീതി വ്യത്യാസപ്പെട്ടു. ഒന്ന് ഓടുന്നു, വ്യത്യാസപ്പെട്ടു. ഒന്ന് ചാടുന്നു, ഒന്ന് വ്യത്യാസപ്പെട്ടു. ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, പിന്നെയും വ്യത്യാസപ്പെട്ടു. സോ ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കണം നമ്മുടെ ബോഡി. ഒരേ രീതിയിൽ പോകുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത് ഹെൽത്ത് കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കൂടുന്നത്. അതുകൊണ്ടൊക്കെയല്ലേ നമ്മൾ വർക്കൗട്ട് ചെയ്യൂ, വ്യായാമം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏഴാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അതോടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഈ സാധനമൊക്കെ വളർത്തുന്നതിന് വളരെയധികം ഗുണം ചെയ്യും റെസ്റ്റ്. അതായത് ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ എങ്ങനെ ഡിസിഷൻ എടുക്കണം. ഒരു ചലഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, ഇതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം, ഇതിനെങ്ങനെ നമ്മൾ മറികടക്കണം, ഇതിനെങ്ങനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ചോദിക്കുന്ന സമയത്ത് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശാന്തത, വിശ്രമം എന്നൊക്കെ പറയുന്നത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത് നിങ്ങളിപ്പോൾ പല ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ശരത് സാറ് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. അതായത് എനിക്ക് വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസിഷനകത്തുള്ള ചില ഭാഗങ്ങൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഐഡിയ കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു തവണ എനിക്ക് ഐഡിയ കിട്ടിയത് എങ്ങനെ അറിയോ? ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയുടെ മുകളിൽ സോപ്പിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ട്യൂണ് വന്നത്. അങ്ങനെ ഞാൻ പുറത്ത് നേരെ ഇറങ്ങി ഓടിപ്പോയിട്ട്, പണ്ടത്തെ കാലത്താണ് ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്ത് അതിനകത്ത് ആ ട്യൂണ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് പോയി കുളിച്ച കഥയുണ്ട്. മുപ്പര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്താ സംഭവം, നമ്മൾ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കുളിക്കുന്ന സമയത്ത്. നമ്മൾ ചുമ്മാ അങ്ങനെ കുളിക്കുന്നേ ഉള്ളൂ, വേറെ എന്തൊക്കെയൊക്കെ ആലോചിച്ചിട്ട്. ആ സമയത്താണ് ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ വളരെയധികം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു പണിക്കോ പഠിപ്പിനകത്തോ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ബ്രെയിൻ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. റെസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ആ പറഞ്ഞു വരുന്നത്. ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഐഡിയാസ് തലയിൽ വരിക. അപ്പോൾ ഐൻസ്റ്റീൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഉറങ്ങണ സമയത്തും ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും നല്ല നല്ല തോട്ട്സ്, നല്ല നല്ല ഐഡിയാസ്, നല്ല നല്ല ബിസിനസ് കോൺസെപ്റ്റൊക്കെ തലയിൽ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഇതിനു വേണ്ടി ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന സമയത്തായിരിക്കില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും തലയിൽ ഐഡിയ വന്നിട്ടുണ്ടാവുക. കാരണം എന്താ, ബ്രെയിൻ റെസ്റ്റിലാണ്. അപ്പോഴാണ് ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാം, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് ബ്രെയിൻ ഒന്ന് റിലാക്സ്ഡ് ആക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രകൃതിയിൽ ഇറങ്ങി നടക്കുക, എന്തും ആകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക, പ്രഷറില്ലാത്തൊരു പരിപാടി ചെയ്യുക. അപ്പോൾ തന്നെ തല വർക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. കിട്ടാത്ത പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും ചിലപ്പോൾ അപ്പോഴായിരിക്കും കിട്ടുക. എട്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ വർക്ക്, ജോലി എന്ന് പറഞ്ഞുകൊണ്ട്, ഈ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഫാമിലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരു സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ബന്ധങ്ങൾ ശിഥിലമായി പോകും, അവരവരുടെ പാട്ടിന് പോകും. എന്തുകൊണ്ട് അവരവരുടെ പാട്ടിന് പോകുന്നു? കാരണം നമ്മൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ജോലിയിൽ നിന്ന് റെസ്റ്റ് എടുക്കണം. അതായത് നമ്മൾ കുറച്ച് വിശ്രമിക്കാനായിട്ട് സമയം കണ്ടുപിടിക്കണം. ഫുൾ ടൈം ജോലി, ഫുൾ ടൈം പ്രൊഫഷൻ, ഫുൾ ടൈം ഈ പരിപാടി കൊണ്ട് നടന്നാൽ നമ്മുടെ ജീവിതം നമ്മുടെ കൈവിട്ട് പോകും. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ലവർ എല്ലാവരും നമ്മളെ ഇട്ടേച്ച് പോകും. അവർക്ക് അങ്ങനെയുള്ള ഒരാളല്ല വേണ്ടത്. അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുന്ന ഒരു പാർട്ട്ണറെയാണ് അവർക്ക് ആവശ്യം. ആ ഒരു സെൻസിൽ ചിന്തിക്കുന്ന സമയത്ത് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ പോയിരിക്കും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, അവരുടെ കൂടെ പുറത്തൊന്ന് കറങ്ങാൻ പോകും. സംതിങ് എൽസ്, നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കും ആ ടൈമിൽ, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയിരിക്കുമല്ലോ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ.
റെസ്റ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ വളർത്തുന്ന സാധനമാണ്. അതായത് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞു വരണത്. അതിനെന്ത് വേണം നിങ്ങൾ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കകത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും, ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ആയിരിക്കും, ഇത്ര നേരം മുതൽ ഇത്ര നേരം വരെ എൻ്റെ പാർട്ട്ണറുടെ ഇന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവുക, നോക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ മുക്തി, അതായത് അതിൽ നിന്ന് നിങ്ങൾ വേർപെട്ടു. പിന്നെ നിങ്ങൾ ആ ജോലിയിലില്ല. അതായത് ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്താണ്, സിനിമാ നടൻ സിനിമ സെറ്റിലേ ഉള്ളൂ, വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിലത്തെ ഗൃഹനാഥനോ ഗൃഹനാഥിയോ ആണ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഓരോ ജോലിക്കാർക്ക്, ഇപ്പോൾ പോലീസാണെങ്കിൽ SI ആണെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ ആൾ SI ആയിരിക്കും, വീട്ടിലെ ആൾ ചിലപ്പോൾ ഭർത്താവായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ജോലിക്കൊരു ബൗണ്ടറി നമ്മളവിടെ സെറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ഏതു സമയം ജോലി എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. 9ാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്ന സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ എനർജിയോട് കൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഏത് നേരത്താണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു എനർജിയും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യാൻ നോക്കാം, അല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും, മെൻ്റലി നമ്മൾ ഒരുപാട് പ്രഷറിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ടയർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മെൻ്റലിയും ഫിസിക്കലിയും. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള, ഭയങ്കര കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യാൻ ഈവനിങ് ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക. ഓരോരുത്തർക്ക് ഓരോ സമയത്തായിരിക്കും കേട്ടോ എനർജി. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാവിലെ ആയിരിക്കും കൂടുതൽ എനർജി, ഉച്ച വരെയുള്ള സമയത്തിനുള്ളിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി. അത് കഴിയുമ്പോൾ എനർജി കുറേശ്ശെ ഇല്ലാതാവുന്നത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ പകൽ ഉറങ്ങാറില്ല, കാരണം ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് സാധ്യമല്ല. അതുകൊണ്ടൊക്കെയാണ് ഹൈ ഫോക്കസ് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈ എനർജി ഉണ്ടാകുന്ന സമയത്തായിരിക്കണം. അതായത് രാവിലെ നല്ല എനർജി ഉള്ള സമയത്ത് നിങ്ങൾ പോയിട്ട് പത്രം വായിച്ചുകൊണ്ടിരുന്ന് നേരം കളഞ്ഞുകൊണ്ടിരുന്ന് വൈകുന്നേരം നിങ്ങൾ ജോലിയിലേക്ക് ഇറങ്ങാമെന്ന് പറയുകയാണെങ്കിൽ അബദ്ധമാണ്. വലിയ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വൈകുന്നേരം ആക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് കോമഡിയാണ്. നല്ല എനർജി ഉള്ള സമയത്ത് വെറുതെ സമയം കളയുന്നു, നല്ല എനർജി ഇല്ലാത്ത സമയത്ത് കാര്യമായിട്ടുള്ളൊരു പണിയെടുക്കുന്നു. എങ്ങനെയുണ്ട് ആ ഒരു വിരോധാഭാസം? അങ്ങനെ ആകരുത്. അപ്പോൾ എഫിഷ്യൻസി കൂട്ടുന്നതിനും ഈ പറഞ്ഞ റെസ്റ്റ് എടുക്കുന്ന സമയം നല്ലതാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അതോടുകൂടി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനർജി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള, നല്ല എഫേർട്ട് ആവശ്യമുള്ള അങ്ങനത്തെ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. സംഭവം മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഡൗൺ ടൈമും നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയണത്. ഈവനിങ്ങിലെ ഡൗൺ ടൈം നമ്മളൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, റെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു, പ്രവർത്തിക്കാനായിട്ട് നമ്മൾ എനർജി ഉള്ള സമയം യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എനർജിക്ക് അനുസരിച്ച് നമ്മൾ ജോലീനെ സെറ്റ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെന്നുള്ളത് നമ്മൾ അപ്പോൾ സെറ്റ് ചെയ്യുന്നു. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മുടെ റിഫ്ലക്ഷൻ, അതായത് നമ്മളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതിനും നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും സൂപ്പറായിട്ട് പറ്റുന്ന സമയമാണ് റെസ്റ്റ് എടുക്കുന്ന സമയം. അതല്ല നമ്മൾ ഫുൾ അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് കാര്യങ്ങൾ ചെയ്താൽ നന്നാവും, എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് നല്ലതായിരിക്കും, നമ്മുടെ ഗോൾസ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, നമുക്ക് ഒരു കാറ് വാങ്ങണം, ഒരു വീട് വാങ്ങണം, ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അതിന് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഡെഡ്ലൈൻ സെറ്റ് ചെയ്യണം, എങ്ങനെ പല കാര്യങ്ങളും അറിയണമെങ്കിൽ സമാധാനപരമായിട്ട് ഇരുന്ന് ചിന്തിക്കണം. നമ്മൾ സമാധാനപരമായിട്ട് ഇരുന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടി ഇല്ല. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാറ്? നിങ്ങളും ചിന്തിച്ചറിയാം. നിങ്ങൾ വെറുതെ ഇരിക്കുന്നൊരു സമയമുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവായിരിക്കും. TV-യിലായിരിക്കും ഒന്നുകിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് പോയി പെട്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, സോഷ്യൽ മീഡിയ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ പണി കൊടുത്തുകൊണ്ടേയിരിക്കും. ബ്രെയിനിന് പണി കൊടുക്കാതിരിക്കുന്നൊരു സമയമുണ്ടോ? ഒരു 5-10 മിനിറ്റ് നിങ്ങൾ വെറുതെ കസാലയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോഴാണ് നിങ്ങളുടെ തല വർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, നിങ്ങളുടെ പോക്ക് കറക്റ്റാണോ, നിങ്ങളുടെ റൂട്ട് കറക്റ്റാണോ, ഇതൊക്കെ അറിയുന്നതിന് ഇങ്ങനൊരു സമയം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് അത്ര മോശമുള്ളൊരു സാധനമല്ല. മടി എന്ന് പറയുന്നതും ഒരു മോശമുള്ള ഒരു സാധനമല്ല. മടി, റെസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത്, അല്ലേ? മടിയും റെസ്റ്റും നമുക്ക് ആവശ്യമായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഫാനും ഉണ്ടാക്കിയത്, AC ഉണ്ടാക്കിയത്. അപ്പോൾ ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൈകൊണ്ട് വിശറിയെടുത്ത് വീശണ്ട. അപ്പോൾ ഗുണമുണ്ട് ഈ പറയുന്ന മടിക്കാണെങ്കിലും റെസ്റ്റിനാണെങ്കിലും. പാകത്തിനാണെങ്കിൽ ഒരുപാടായ അമൃതം വിഷം എന്ന് പറയണ പോലെ അധികമാകേണ്ട, പാകത്തിനാണെങ്കിൽ ഇതെല്ലാം പൊളി സാധനമാണ്. അപ്പോൾ ആവശ്യത്തിൻ്റെ റെസ്റ്റ് എടുക്കുക. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാവുള്ളൂ, കോട്ടം ഉണ്ടാവില്ല.